എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കലോറി നോക്കും, ജിമ്മിൽ പോകും, രാവിലെ എഴുന്നേറ്റ് ഓടും, ഇതെല്ലാം ശരിയാണ്. പക്ഷേ വണ്ണം വയ്ക്കുന്നതിന് പിന്നിൽ നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമക്കുറവും മാത്രമല്ല, നമ്മുടെ മനസ്സും വൈകാരികമായ ജീവിതവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗിക ജീവിതവും പങ്കാളിയുമായുള്ള അടുപ്പവും ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരഭാരത്തെ സ്വാധീനിക്കുന്നത്? ഇന്ന് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയമാണ്. ഇത് കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് നമ്മുടെ തലച്ചോറും ഭക്ഷണവും തമ്മിലുള്ള അതിസങ്കീർണമായ ഒരു രഹസ്യ ബന്ധത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് പങ്കാളിയുമായുള്ള ശാരീരിക അടുപ്പം കുറയുമ്പോൾ വണ്ണം കൂടുന്നത്? ഇതിന് പിന്നിൽ ശാസ്ത്രമുണ്ട്. നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പങ്കാളിയുമായി ചേർന്നിരിക്കുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ ചില അത്ഭുതകരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഡോപ്പാമിൻ. ഇത് തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റമാണ്. നമുക്ക് അതിയായ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് ഈ ഹോർമോൺ. രണ്ടാമത്തെയാണ് ഓക്സിറ്റോസിൻ. ഇതിനെ ലവ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. ഇത് പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തേതാണ് എൻഡോർഫിനുകൾ. ഇത് പ്രകൃതിദത്തമായ വേദന സംഹാരികളാണ്. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ ചിന്തിക്കുക, ഈ ഹോർമോണുകൾ സ്വാഭാവികമായി ലഭിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ശരീരം എന്തു ചെയ്യും? സന്തോഷം കണ്ടെത്തുവാൻ തലച്ചോറ് മറ്റു വഴികൾ അന്വേഷിക്കാൻ തുടങ്ങും. ഇവിടെയാണ് ഭക്ഷണം ഒരു വില്ലനായി വരുന്നത്. ലൈംഗികമായോ വൈകാരികമായോ ആനന്ദം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിന് പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് ബൂസ്റ്റ് ആവശ്യമായി വരുന്നു. ആ സന്തോഷം കണ്ടെത്തുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഭക്ഷണം. ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത് ഇമോഷണൽ ഈറ്റിംഗ് എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വിശപ്പില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം, മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ, ഡ്രിങ്ക്സുകൾ എന്നിവയിലേക്ക് തിരിയുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തൽക്കാലത്തേക്ക് തലച്ചോറിൽ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഒരു താൽക്കാലികമായ സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു. ഒരു അനുഭവ കഥയിലേക്ക് പോകാം. രവി എന്ന് പറയുന്ന ഒരു യഥാർത്ഥ പേരില്ല. പണ്ട് ഞാനും ഭാര്യയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നപ്പോൾ ഭക്ഷണം കുറവായിരുന്നിട്ടും ശരീരം ഫിറ്റായിരുന്നു. എന്നാൽ പിന്നീട് ജോലിയുടെ സമ്മർദ്ദവും ദാമ്പത്യത്തിലെ വിള്ളലുകളും വന്നപ്പോൾ രാത്രിയിൽ അറിയാതെ തന്നെ ധാരാളം ഭക്ഷണം കഴിക്കുന്ന ശീലം രവിക്ക് വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ രവിക്ക് വിശന്നിരുന്നല്ല, പകരം മനസ്സിന്റെ ശൂന്യത നികത്തുവാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതുകൂടാതെ പങ്കാളിയുമായുള്ള അകൽച്ച ഉണ്ടാകുന്ന മാനസിക സംഘർഷം ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കൂട്ടുന്നു. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. ഈ ഹോർമോൺ കൂടുന്നത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ കാരണമാക്കുന്നു. മധുരത്തോടുള്ള ആസക്തി കൂടുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾ എത്ര ഡയറ്റ് ചെയ്താലും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കമുണ്ടെങ്കിൽ വയർ കുറയാൻ പ്രയാസമായിരിക്കും. ആധുനിക ജീവിതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ ഇവിടെ ആളുകൾ ചിരിക്കും, നെഗറ്റീവ് കമൻറ്റുകളിടും. പക്ഷേ ഇതാണ് സത്യം. ഇന്നത്തെ നമ്മുടെ ഓട്ടപ്പാച്ചിൽ ജീവിതത്തിൽ പങ്കാളിയോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ പലരും മതത്തിലേക്കും ധ്യാനത്തിലേക്കും ഓടി രക്ഷപ്പെട്ട് തൻ്റെ വികാരങ്ങളെ അത്തരത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ആത്മീയപരമായ കാര്യങ്ങൾ മനസ്സിന് വലിയൊരു ശാന്തത നൽകുന്നുണ്ട്. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ ധ്യാനമോ മറ്റും ചെയ്യുമ്പോൾ തലച്ചോറിലെ സ്ട്രെസ് കുറയുകയും ചെയ്യും. അതിനെ കോർട്ടിസോൾ അളവ് കുറയ്ക്കാനും സഹായിക്കുകയും ചെയ്യും. മനസ്സ് ശാന്തമാകുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുവാനുള്ള പ്രവണതയും കുറയും. ജീവിതത്തിൽ ഒരു ബാലൻസ് ആവശ്യമാണ്. പങ്കാളിയുമായുള്ള നല്ല ബന്ധം, അത്യാവശ്യ വ്യായാമം, മനസ്സിന് ശാന്തത നൽകുന്ന ശീലങ്ങൾ, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ശരീരം ആരോഗ്യമുള്ളതാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വണ്ണം കുറയ്ക്കണമെങ്കിൽ ജിമ്മിൽ പോകുന്നതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിനെയും ദാമ്പത്യ ജീവിതത്തെയും കൂടി ശ്രദ്ധിച്ചാൽ നന്ന്. പങ്കാളിയുമായുള്ള കൂടുതൽ സമയം ചെലവഴിച്ചാൽ, സ്നേഹം പങ്കുവച്ചാൽ, സംസാരിച്ചാൽ അത് വെറും ശാരീരിക വ്യായാമം മാത്രമല്ല, തലച്ചോറിന് ലഭിക്കേണ്ടതായ എല്ലാവിധ ഇൻഗ്രീഡിയൻസും അതിൽ നിന്ന് ലഭിക്കും. ഇതൊരു വലിയ പോഷകാഹാരമാണ്. ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെ, ചിന്തകളുടെ. ശരീരഭാരം നിയന്ത്രിക്കുക എന്നത് ഭക്ഷണത്തിൽ മാത്രമല്ല, സന്തോഷത്തിലും കൂടിയാണ്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള ജീവിതം നേർന്നുകൊണ്ട് നിർത്തട്ടെ.